നമസ്കാരം. മണിപ്പൂർ വീണ്ടും കലാപഭൂമിയായി മാറുകയാണോ? സംശയത്തെ നീതീകരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ അവിടെ നിന്ന് വരുന്നത്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ പറയുന്നത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വിലക്കായിട്ടാണ് അവർ അതിനെ കാണുന്നത്. ഇംഫാൽ, വെസ്റ്റ് ഇംഫാൽ, ഥൗബർ, ബിഷ്ണുപൂർ, അതുപോലെ തന്നെ കാൻചിക് എന്നിങ്ങനെയുള്ള 5 ജില്ലകളിലാണ് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത്, നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2023 മുതൽ ഏറെ സംഘർഷ ഭൂമിയായി മാറിയിരുന്നു മണിപ്പൂർ. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇത് വലിയ ആയുധമായി കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചതാണ്. മെയ്തികളും കുക്കികളും തമ്മിലുള്ള ഒരു സംഘർഷ ഭൂമികയാണ് മണിപ്പൂർ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധേയമായ മണിപ്പൂരിൽ 3 പ്രധാനപ്പെട്ട വംശജരാണ് ഉള്ളത്. അത് പ്രധാനമായും മെയ്തികളും കുക്കികളും നാഗകളും. കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെടുന്നവരാണെങ്കിൽ മെയ്തികൾ പ്രധാനമായും ഹിന്ദു വംശജരാണ്. അവിടെ ഉള്ള ഏകദേശം പ്രധാനപ്പെട്ട ജോലികളെല്ലാം തന്നെ കുക്കി വംശജർ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ മെയ്യിൽ നമുക്കറിയാം, 2023 ഈ മെയ്തി വംശജരായിട്ടുള്ളവരെ, അവിടെ 53% ജനങ്ങളാണ് ഈ മെയ്തി വംശജരെന്ന് പറയുന്നത്. അവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുവാൻ, ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ പിന്നീട് സുപ്രീം കോടതി അത് റദ്ദാക്കുകയൊക്കെ ചെയ്തെങ്കിലും സംഘർഷം തുടർന്നു എന്നുള്ളതാണ്. കുക്കി വംശജരും ഈ മെയ്തി വംശജരും തമ്മിലുള്ള സംഘർഷത്തിൽ BJP സർക്കാരും ബീരേൻ സിംഗും ഒക്കെ അതിന് കുടപിടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകി എന്നുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. അത് അവിടെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഒക്കെ പലതരത്തിലുള്ള തെളിവുകളായി പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ വന്നതാണ്. എന്തായാലും അവിടെയുള്ള സംഘർഷത്തിനിടയിൽ BJP ഒരു പടം പിടിച്ചു. അവർക്ക് ലോകസഭയിൽ അവർക്കുണ്ടായ നഷ്ടം ചെറുതല്ല. 2 പ്രധാനപ്പെട്ട സീറ്റുകളാണ് അവർക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ലോകസഭയിൽ അവിടെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിന് വിപരീതമായി വിജയിച്ചു കയറുകയും ചെയ്തു. അതൊരു പക്ഷേ BJPക്ക് എടുത്ത ഏറ്റ കനത്ത ആഘാതമായിരുന്നു. ഏറെക്കാലം സംഘർഷം നീണ്ടുവന്ന മണിപ്പൂർ മെല്ലെ ഒന്ന് ശാന്തമാകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ പിന്നീട് ഇപ്പോൾ കലാപം വീണ്ടും ഉടലെടുത്തോ എന്ന സംശയമാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതലുള്ള പുതിയ അവിടെ ഉണ്ടായ മാറ്റങ്ങളും ചില അക്രമങ്ങളും സൂചിപ്പിക്കുന്നത്. അവിടെയുള്ള മെയ്തി വിഭാഗക്കാരനായ നേതാവായ മെയ്തികളുടെ ഒരു വർഗീയ ഒരു തീവ്രവാദ സംഘടനയുണ്ട്. ആരംഭായി തെങ്കോൽ എന്നാണ് തീവ്രവാദ സംഘടനയുടെ പേര്. അതിന് ചുക്കാൻ പിടിക്കുന്ന കനാൻ സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുതിയ സംഘർഷത്തിന് ഇപ്പോൾ പുതിയ സംഘർഷത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയ ഈ നടപടി, അഥവാ ആരംഭായി തെങ്കോൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധക്കാർ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അവിടെ ടയറുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നു, പല സ്ഥാപനങ്ങൾക്ക് നേരെ സംഘർഷം ഉണ്ടാകുന്നു, പല വിഭാഗങ്ങൾക്ക് നേരെ സംഘർഷം ഉണ്ടാകുന്നു. വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ വരെ, വെടിവെക്കുന്ന ശബ്ദം കേട്ടു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എന്തായാലും സംഘർഷം അവിടെ വീണ്ടും ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഷേധക്കാരൊക്കെ പറയുന്നത് കുക്കികൾ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ പ്രതികളായ കുക്കികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള വാദവും ഉണ്ടാകുന്നു. ഇതിനിടയ്ക്ക് 2023 ഒരു സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് ഒരു പോലീസുകാരനെ വെടിവെച്ച കേസിൽ കുക്കി വിഭാഗത്തിന്റെ ഒരു നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷം വീണ്ടും മണിപ്പൂരിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റുമോ, ഈ സംഘർഷം തുടരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത്. മുൻപ് സംഘർഷം നീണ്ടുപോയപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടെ പറഞ്ഞത് ഭരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഈ സംഘർഷം ഇത്രത്തോളം നീളുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന വാർത്തകളാണ് വന്നത്. എന്നാൽ പിന്നീട് നിരന്തരമായ ചില നടപടികൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കലാപം മെല്ലെ ഒന്ന് ശാന്തമാവുകയും ചെയ്ത ഒരു രംഗമാണ് നമ്മൾ അവിടെ കണ്ടത്. വർഷങ്ങളായി തങ്ങൾക്കെതിരെ ഈ കുക്കി വംശജർ നിലകൊള്ളുന്നു എന്നുള്ള ഒരു ആരോപണമാണ് മെയ്തികൾ ഉന്നയിക്കുന്നത്. 53% ജനസംഖ്യയിൽ ഉണ്ടായിട്ട് പോലും
തങ്ങൾക്ക് കേവലം 60 MLA-മാരിൽ, അതായത് അവിടെയുള്ള നിയമസഭയിലെ 60 MLA-മാരിൽ ഏതാണ്ട് 40ഓളം പേർ മെയ്തി വംശജരാണ് എന്നുള്ള ആരോപണമാണ് കുക്കികൾ ഉന്നയിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണം കുക്കികൾ നിരന്തരമായി ഉന്നയിക്കുകയാണ്. മാത്രമല്ല, ഇവരൊക്കെ മ്യാൻമാറിൽ നിന്ന് വന്നവരാണ്. 2023 അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ എന്ന വ്യാജേന ചില നടപടികൾ കുക്കികൾക്കെതിരെ ഉണ്ടായി എന്നുള്ള തരത്തിലാണ് അവിടെ തുടക്കത്തിൽ സംഘർഷത്തിന് കാരണമായി മാറിയ ഒരു കാരണമായി പറയപ്പെട്ടത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് നിരന്തരമായി ഈ കുക്കികളും മെയ്തികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി വരുന്നതും അതിന് യഥാർത്ഥത്തിൽ അവിടെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ, ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ എന്ന സംഘടന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും അവർ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് മണിപ്പൂരിനെ നയിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും മണിപ്പൂർ ഏറെക്കാലം സംഘർഷ ഭൂമിയായിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്നൊക്കെ ആരോപിച്ച് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രചാരണങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നടത്തിയതാണ്. ഒടുവിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു, ശക്തമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നറിയിച്ചു. എങ്കിലും മെയ്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും നീളുകയാണ്. ഇടയ്ക്ക് വെച്ച് അവിടെയുള്ള ഗവർണറുടെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് മെയ്തികളും കുക്കികളും സംഘർഷത്തിൽ നിന്നൊരൽപ്പം അയവ് വരുത്തുകയും അതുപോലെ തന്നെ ഗവർണർ ഭല്ലയുടെ ഉത്തരവിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചില ശ്രമത്തിന്റെ ഭാഗമായി ചില ആയുധധാരികൾ അവരുടെ ആയുധം താഴെ വെച്ചതായിട്ടും യുദ്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിന്നതായും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് വീണ്ടും ഈ ചില നടപടികൾ ഉണ്ടായതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കി വംശജരായിട്ടുള്ള ചിലരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മെയ്തി വംശജരായിട്ടുള്ള കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘർഷം പ്രധാനമായും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മെയ്തി നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മെയ്തി തീവ്രവാദ സംഘടനയായ ആരംഭായ് തെങ്കോലിന്റെ നേതാവായ കനാൻ സിംഗ് ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ മണിപ്പൂർ എങ്ങനെയാവും പോവുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മളെ ഒരല്പം ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ്. കാരണം ഏതാണ്ട് 56,000 60,000-ഓളം ആളുകൾ ഏതാണ്ട് പലായനം ചെയ്യപ്പെട്ട 150ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു സംഘർഷമാണ് ഈ മണിപ്പൂർ കലാപം എന്നുള്ള കാര്യം മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ ചലനവും നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആ സംഘർഷത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതുകൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ പലപ്പോഴും അതിന് ബദലായി നിലകൊള്ളുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിപൂർണമായി പരിഹരിക്കാനാവൂ. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.